എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ അശ്വതി രതീഷ്. അങ്ങനെ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ 13ാമത്തെ ദിവസവും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മുളപ്പിച്ച ചെറുപയറിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. ഇന്ന് നമ്മൾ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ നമുക്ക് പയർ മുളപ്പിച്ചെടുക്കുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഇതിനായി ചെറുപയർ നന്നായി കഴുകി അഴുക്കൊക്കെ കളഞ്ഞ ശേഷം വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഞാൻ വൈകിട്ട് 6 മണി ആയപ്പോഴാണ് കുതിർത്തി വെച്ചത്. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് എടുത്തപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ചെറുപയറുള്ളത്. ചെറിയ മുളകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം വെക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഒരു 4-5 മണിക്കൂർ കുതിർത്തിയാലും മതി. കുതിർത്തിയ ചെറുപയർ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അരിപ്പയിലേക്ക് മാറ്റി ഒരു പാത്രത്തിൽ വെച്ച് മൂടി വെക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക. മഴയുള്ള സമയമാണെങ്കിൽ വെള്ളം തളിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും മുള പൊട്ടി വരും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കിയാൽ നന്നായിട്ട് മുള പൊട്ടി വന്നിട്ടുണ്ടാവും. അരിപ്പയ്ക്ക് പകരം വൃത്തിയുള്ള കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതിൽ കെട്ടിവെച്ചാലും നന്നായിട്ട് മുള വരും. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പയറ് മുളപ്പിച്ചെടുക്കാം. പയറ് മാത്രമല്ല, കടലയും വൻപയറും ഒക്കെ തന്നെ ഇതേപോലെ തന്നെ ചെയ്തിട്ട് നമുക്ക് മുളപ്പിച്ചെടുക്കാം. ഇനി ഇന്നത്തെ വിശേഷത്തിലേക്ക് പോവാം. രാവിലെ എഴുന്നേറ്റു, 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ചു. ഇന്ന് സൂംബ എക്സസൈസ് ചെയ്തിട്ടില്ല. ശാരീരികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് സൂംബ ഇന്ന് ചെയ്യുന്നില്ല എന്ന് വെച്ചു. അത് കഴിഞ്ഞ് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഇന്ന് കഴിച്ചത് മുളപ്പിച്ച പയർ കൊണ്ടുണ്ടാക്കിയ സാലഡും ഒരു ചിക്കൻ പീസും 2 പുഴുങ്ങിയ മുട്ടയുമാണ്. മുളപ്പിച്ച ചെറുപയർ കൊണ്ട് സാലഡ് ഉണ്ടാക്കുന്ന വിധം പറയാം. ആദ്യം മുളപ്പിച്ച ചെറുപയർ 2 മിനിറ്റ് സ്റ്റീം ചെയ്തെടുത്തു. പച്ചയ്ക്കുള്ള രുചി എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് സ്റ്റീം ചെയ്തെടുത്തത്. അതിലേക്ക് ക്യാരറ്റും കക്കിരിയും സവാളയും ചെറുതായി അരിഞ്ഞു ചേർത്ത് കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് നമുക്ക് കഴിക്കാം. ഇത് ശരിക്കും ഹെവി ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വിശപ്പ് മാറും. 11 മണിക്ക് ഒരു ലൈറ്റ് വിത്തൗട്ട് ചായ കുടിച്ചു. ഉച്ചയ്ക്ക് പ്രതീക്ഷിക്കാതെയുള്ള യാത്രയായി പോയി. അതുകൊണ്ട് കിട്ടിയ ഫ്രൈഡ് റൈസ് ഒരൽപ്പം കഴിച്ചു. നല്ല എണ്ണ ഉണ്ടായിരുന്നു, പക്ഷെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കഴിക്കേണ്ടി വന്നു. കൂടെ ഒരു പീസ് ഡ്രാഗൺ ചിക്കനും ചിക്കൻ റോസ്റ്റിലെ ഒരു പീസും കഴിച്ചു. വൈകിട്ട് 5 മണി ആയപ്പോൾ കുറച്ച് കടല വേവിച്ചതും 3 ഫിഷിന്റെ പീസും ഡ്രാഗൺ ഫ്രൂട്ടും കക്കിരിയും കഴിച്ചു. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഇനി നാളത്തെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.